പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. ഇത് മുമ്പത്തെ സൂക്തം ആണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ രണ്ട് സൂക്തങ്ങളും അധിക പണ്ഡിതന്മാരും ജുമുഅ ഖുതുബകളിലും ഒക്കെ അല്ലാതെ പ്രഭാഷണങ്ങളിലൊക്കെ ഓതുന്ന സൂക്തമാണ്. സൂറത്തുൽ തൗബയിലെ അവസാനത്തെ രണ്ട് സൂക്തങ്ങൾ. വേണമെങ്കിൽ 3 സൂക്തം നമുക്ക് ചേർക്കാം അല്ലെ? 3 സുന്നത്ത്. അപ്പം പിന്നെ വൈദാമൗൻസിലത്ത് സൂറത്തും എന്ന് തുടങ്ങിയ ശേഷം നമുക്ക് ആരംഭിക്കാം. 2 സൂക്തം ഓതുകയും ചെയ്യാം. വളരെ പുണ്യകരമായ ഒരു 2 സൂക്തമാണത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്നാൽ അവർ തിരഞ്ഞു കളയുന്ന പക്ഷം നബി നീ പറയുക, എനിക്ക് അള്ളാഹു മതി, അവനല്ലാതെ ദൈവമില്ല, അവൻ്റെ മേലാണ് ഞാൻ ബലമേൽപ്പിച്ചിരിക്കുന്നത്, അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ. അപ്പോൾ സത്യനിഷേധികൾ തിരിഞ്ഞു കളയുമ്പോൾ പറയുക, അള്ളാഹു മതി, നമുക്ക് അള്ളാഹു മതി, അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല, അവൻ്റെ മേലാണ് ഞാൻ ബലമേൽപ്പിച്ചിരിക്കുന്നത്, അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ എന്ന് നമ്മൾ പറയും. അപ്പം നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ജോലി സ്ഥലത്ത് ഒരാൾ പറയാം എന്നെ പിടിച്ചു വിട്ടിരിക്കുന്നു പറഞ്ഞാൽ പറയാം, നമുക്ക് അള്ളാഹു മതി, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല, അവൻ്റെ മേലാണ് ഞാൻ ബലമേൽപ്പിച്ചിരിക്കുന്നത്, അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ എന്ന് പറഞ്ഞ് നമ്മൾ പോരുക. ഒരിക്കൽ നമ്മുടെ സത്യത്തെ നമ്മൾ ബലി കഴിപ്പിച്ച് ഇവിടെ നിൽക്കാൻ പാടില്ല. മനസ്സിലായി? ഒരു സ്ഥലത്തിപ്പം ജോലി ചെയ്യുമ്പം അവിടുത്തെ മുതലാളി പറയാൻ നിങ്ങൾ മദ്യം രാത്രി ദിവസം മദ്യത്തിൻ്റെ കുപ്പിയോടെ വരും, അതിൽ നിന്ന വ്യക്തികൾ വരും, അവർക്ക് വിതരണം ചെയ്യണം, അവരിൽ നിന്ന് പൈസ വാങ്ങിക്കൊള്ളുക. മദ്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കലാണ്. നമുക്ക് പറയാൻ നമുക്കത് പറ്റില്ല, മദ്യമായിട്ടുള്ള ബിസിനസ് നമുക്ക് പറ്റില്ല എന്ന് പറയാൻ മുതലാളി പറയാം, എന്നാൽ ഞങ്ങൾക്കൊരു ജോലി വിടില്ല എന്ന് പറയാം. ആയിക്കോട്ടെ, ജോലിയില്ലെങ്കിൽ മറ്റു സ്ഥലത്ത് നമ്മൾ ജോലി കിട്ടും. ഇനി അതിനേക്കാൾ നമ്മൾ ഒരു കുടുങ്ങിയ സ്ഥലമാണ് കൂട്ടുക. അപ്പം നമുക്ക് ജോലി ഒരു ജോലി കിട്ടും. ഇനി അതും കഴിയാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ ഈ ഒരു വാക്യം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പോരുക, ബലമേൽപ്പിക്കുക. അള്ളാഹു നമുക്ക് ഭക്ഷണം നൽകല്ലേ? ഒന്നും കഴിയാത്ത സമയത്ത് വരെ നമുക്ക് ഭക്ഷണം തന്നവനാണ് അള്ളാഹു അല്ലേ? നമുക്കിപ്പോൾ നമുക്ക് ദാഹിക്കുന്നുണ്ട്, നമുക്കിപ്പം പണം കൊടുത്ത് എവിടെയെങ്കിലും പോയി വെള്ളം കുടിക്കാൻ, ഹോട്ടലിൽ പോകാനും പണം കൊടുക്കാതെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എവിടെയെങ്കിലും നമുക്ക് നടന്നു പോയിട്ട് വെള്ളം കുടിക്കാൻ കഴിയും. കിണറ്റിൽ വെള്ളം കോരി കുടിക്കാൻ കഴിയും. പക്ഷെ അതും പോലും കഴിയാത്തൊരു കാലമുണ്ടായിരുന്നു നമുക്ക് അല്ലേ? മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട് അല്ലേ? 4-5 വയസ്സ് വരെ നമുക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നെയും നമ്മൾ ഈ ജോലിക്ക് പോകുന്നവരെ നമുക്ക് വേണ്ട ഭക്ഷണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അള്ളാഹു നൽകും എന്ന് കരുതി നമ്മളൊന്നും പണിയെടുക്കാതിരിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് ഇങ്ങനെയൊക്കെ സത്യത്തിനെതിരായിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ വേഗം അള്ളാഹുൽ ബലമേൽപ്പിക്കുക. ഞാൻ മനസ്സിലുള്ളവൻ 15 വയസ്സിന് ശേഷമാണ് നിസ്കരിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞല്ലോ. അപ്പം ആ സമയത്ത് പിന്നെ എല്ലാ ദിവസവും രാവിലെ ഖുർആൻ പാരായണം നടത്തും, ഖുർആൻ പരിഭാഷ വായിക്കും. ആ പരിഭാഷ വായിക്കുമ്പോൾ ഇതുപോലത്തെ സൂക്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം കിട്ടും. കാരണം ആ സമയത്ത് സ്കൂളിൽ വല്ലാതെ പഠിക്കാറില്ല, അല്ല കോളേജിൽ അങ്ങനെ പഠിക്കാറില്ല. കാരണം പഠനം കാണാപ്പാടം പഠിക്കുന്നത് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അങ്ങനെ കോളേജിൽ പോവുക വരിക എന്നേ ഉള്ളൂ. പരീക്ഷയ്ക്കൊന്നും എഴുതാനും കഴിയാറില്ലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ വിഷമാവും. വീട്ടുകാരിങ്ങനെ പൈസ ഒന്നും ഞാനൊന്നും പഠിക്കുന്നില്ലല്ലോ, ബുദ്ധിയുള്ള വ്യക്തിയാണ്. ബുദ്ധിയില്ലാത്തവരാനും പോട്ടെ, അത്യാവശ്യം കണക്കിലൊക്കെ 80% മാർക്ക് വാങ്ങുന്ന വ്യക്തിയാണ്. പക്ഷേ കോളേജിൽ പോയ ശേഷം യാതൊരു പുസ്തകം എടുത്ത് നോക്കാറില്ല, മടിയാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഈ സൂക്തങ്ങൾ ഓതുമ്പോൾ ഒരു പ്രത്യേക സമാധാനം ഉണ്ടാവും. കാരണം നമുക്ക് ഈ ജോലി ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാനുള്ള വക അള്ളാഹു നൽകും എന്ന് ഞാൻ സമാധാനിച്ചു. പ്രീ ഡിഗ്രിയിൽ മൊത്തം തോറ്റപ്പോൾ മലയാളം മാത്രം കിട്ടിയിട്ടുള്ളൂ, ബാക്കി എല്ലാ വിഷയം തോറ്റുപോയി. എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ജോലി കഴിഞ്ഞ ഉടൻ തന്നെ ഒരു
HR കമ്പനിയിൽ ജോലി കിട്ടി. അമ്മാവൻ്റെ HR കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെ അതെങ്ങനെ ഒരു 10 വർഷം ഇങ്ങനെ തുടർന്നു പോകുന്നു. ആ ജോലി എടുക്കുമ്പോഴൊന്നും മറ്റുള്ള ജോലിയെപ്പറ്റി ശ്രദ്ധിക്കുകയൊന്നും ചെയ്യാതെ അവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുകയായും ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് കണ്ട്, റേഡിയോ TV മെക്കാനിക്കിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് എന്നുള്ള ബാനർ ഞാൻ കണ്ടു. അപ്പോൾ അത് എൻ്റെ ഉമ്മയോട് പറഞ്ഞു, അതെനിക്ക് പഠിക്കണം ആഗ്രഹമുണ്ട്. ഉമ്മ എന്ത് ചെയ്ത് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു. ഉമ്മ ഇവിടുന്നൊക്കെ പണം ഒപ്പിച്ചു തന്നു. അപ്പോൾ അത് പഠിക്കാൻ പോയപ്പം അമ്മാവൻ കുറേ പിന്നെ ഇത് പറഞ്ഞിരുന്നു, ഒടിഞ്ഞിരുന്നു. അധ്യാപക കാര്യമില്ല, മെക്കാനിക്ക് പഠിച്ചിട്ട് എല്ലാവരും തരാപ്പാടെ നടക്കാന്നൊക്കെ പക്ഷെ ഞാൻ പഠിച്ചിട്ടും പിന്നെ ആ മേഖലയിലേക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം ശമ്പളമൊന്നുമില്ലാതെ ജോലി ചെയ്യണം. 6 മാസത്തോളം ശമ്പളമില്ലാതെ ജോലി ചെയ്താലേ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് പണമില്ലാതെ പണിക്ക് ഇങ്ങനെ പോകാമെന്നാൽ എനിക്ക് വലിയ വിഷമം പോലെ തോന്നി. പിന്നെ പഠിക്കാനുള്ള പണം വീട്ടുകാർ തന്നു. 6 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലമായി. അത് നമ്മളെ കോളേജിൻ്റെ പിടിപ്പുകേട് പോലെ 1.5 കൊല്ലം പഠിക്കേണ്ടി വന്നു. അങ്ങനെ അപ്പം എന്ത് ചെയ്തു, ട്രെയിനിങ് ആയിട്ട് എവിടെയും പോയില്ല. അതുകൊണ്ട് ആ ജോലിയൊക്കെ കിട്ടിയതുമില്ല. വീണ്ടും HR കമ്പനിയിൽ തന്നെ പോകാൻ പോയത്. പിന്നെ അവിടെ ഒരു കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ജോലി അല്പം മോശമായി. അമ്മാവൻ തന്നെ വേറൊരു കമ്പനിയിൽ എന്നെ ഏൽപ്പിച്ചു തന്നു. ഒരു കടലാസ് പെട്ടി ഉണ്ടാക്കുന്ന കമ്പനിയിൽ. അവിടെ ഒരു 13 വർഷം നിന്നു. അവിടെ നിന്നപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ജോലിയോട് മടുപ്പ് തോന്നി. മറ്റേ HR കമ്പനിയിൽ നിൽക്കുമ്പോൾ ജോലിയോട് മടുപ്പുണ്ടായിരുന്നു. അല്ലാണ്ട് പ്രാർത്ഥിക്കും, പഠിച്ചോനെ എന്നാണ് എനിക്ക് രക്ഷപ്പെടുന്നത്. അങ്ങനെ എണ്ണം കണക്കെ ഇങ്ങനെ ഒരുപോലത്തെ പണി ഇങ്ങനെ എടുത്തപ്പോൾ മടുപ്പ് തോന്നി. അപ്പം എപ്പോഴും എനിക്കിപ്പം പല പൈസക്ക് വേണ്ടി പല സ്ഥലത്തും പണിയൊക്കെ എടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇപ്പം വൈകുന്നേരം മാത്രമാണ്. വൈകുന്നേരം പോയിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 9 മണിക്ക് വീട്ടിലെത്താം. 8 മണിക്ക് 9 അത്രയുള്ള ജോലി. പിന്നെ പകൽ സമയത്തൊക്കെ വേണം ജോലിക്ക് പോകാൻ. ജോലി ഉണ്ടും താനും. അമ്മാവൻ്റെ HR കമ്പനിയിലേക്ക് വിളിക്കാറുണ്ട്. പകൽ പോയി കഴിഞ്ഞാൽ 500 രൂപയും കൂടി കിട്ടും. ഇവിടുത്തെ പൈസ 500 രൂപ വേറെ എക്സ്ട്രയും കിട്ടും. പക്ഷേ ഞാൻ പോകാറില്ല. കാരണം ഒന്നാമത് മടിയാണ്. പിന്നെ അങ്ങനെ ജോലിക്ക് കുറേ കാലം എടുത്ത പണിയാണല്ലോ, വീണ്ടും അതന്നെ എടുക്കാനുള്ളൊരു മടിയും ഒക്കെ ആയിട്ട്. പിന്നെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും. മക്കളെയും കൊണ്ട് എവിടെയും പോകാനോ മക്കളെ കോളേജിൽ വിട്ടുവരുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകാറില്ല. പണിയും പൈസയൊക്കെ വേണേൽ ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ സൂക്തം ഓതുമ്പോൾ എനിക്ക് അള്ളാഹു മതി, അവനില്ലാതെ ദൈവമില്ല, അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്, അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടയവൻ എന്നുള്ള വാക്യം കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനൊക്കെ പോകും. നമുക്കെന്തെങ്കിൽ വല്ലാതെ പ്രതിസന്ധി, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭാവി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുക. നാളെ എന്താവും, നാളെ വീട്ടിലേക്ക് സാധനം എവിടെ നിന്ന് വാങ്ങും എന്ന ചിന്തയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സൂക്തം വളരെ നമുക്ക് ഉണർവ്, ഉന്മേഷം നൽകും. ഖുർആൻ എന്ന് വെച്ചാൽ സമാധാനമാണല്ലോ. അപ്പോൾ സമാധാനമായ സൂക്തം നമുക്ക് വളരെ ആശ്വാസം നൽകും. അതിനെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ തൗബ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അടുത്ത സൂറത്ത് യൂനുസ് ആണ്. യൂനുസ് എന്ന് വെച്ചാൽ യൂനുസ് നബിയുടെ കഥ അല്പം ഭാഗം പറയുന്നുണ്ട്. മൊത്തം യൂനുസ് നബിയുടെ കഥയല്ല, മൊത്തം ഒരു നബിയുടെ കഥ പറയുന്ന യൂസുഫ് എന്ന സൂറത്തിൽ മാത്രമാണ്. ഇതിലല്പം യൂനുസ് നബിയുടെ കഥയും മറ്റു ചില കാര്യങ്ങളുമാണ് പറയുന്നത്. ഖുർആൻ ശൈലി എങ്ങനെയാണല്ലോ, ഒരു കഥ ചരിത്രം പറയാൻ വേണ്ടി മാത്രം ഒരു സൂക്തം അല്ല ഒരു അധ്യായം നീക്കി വെക്കാറില്ല. ആ ചരിത്രം പറയുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ മഹത്വത്തെ പറ്റി പറയുക, അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക, അതാണ് ലക്ഷ്യം. ഖുർആൻ വെച്ചാൽ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, ഇതാണല്ലോ. അപ്പോൾ അതിൽ നല്ലൊരു ജീവിത സംസ്കാരം നൽകുക, മനുഷ്യർക്ക് ഒരു പ്രത്യേക ജീവിത വ്യവസ്ഥ കാട്ടിക്കൊടുക്കുക. ആ ചരിത്രത്തിൽ കൂടിയും യൂസുഫ് നബിയുടെ ഓരോ സന്ദർഭം വരുമ്പോഴും അള്ളാഹു വലിയവനാണ്, അള്ളാഹു യുക്തിമാനാണ് തുടങ്ങിയ വാക്യങ്ങൾ ഒക്കെ അതിലുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഈമാൻ്റെ ശക്തിയും ഏത് പ്രയാസം വരുമ്പോഴും ഒക്കെ അള്ളാഹു ബലമേൽപ്പിക്കുകയും അങ്ങനെ വിജയിക്കുകയും ഒക്കെ ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെയാണ് തുടർച്ചയായിട്ട്. അതിനാണ് മുൻഗണന കൊടുത്തത്. ആ കഥ പറയാനല്ല മുൻഗണന കൊടുത്തത്, മറിച്ച് ആ കഥയുടെ കൂട്ടത്തിൽ
അള്ളാഹുവിൻ്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തുക. അതുപോലെ തന്നെയാണ് ഈ സൂക്തം യൂനുസ് നബിയുടെ സൂക്തത്തിലും വളരെ അല്പം മാത്രം യൂനുസ് നബിയുടെ കഥ പറയുന്നുണ്ട്. കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വം പറയുക, അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക, അതൊക്കെയാണ് ഈ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഈ സൂറത്തുൽ തൗബ നമ്മളിത് സെപ്റ്റംബർ 12, 2024 സെപ്റ്റംബർ 12 ആരംഭിച്ചാണ്. 122 വീഡിയോകളായിക്കൊണ്ട് ചെയ്തു. നമ്മൾ 129 സൂക്തമാണ് ഉണ്ടായിരുന്നത്. 122 വീഡിയോകളായി ചെയ്തു. 122 വീഡിയോകൾ ഉണ്ടാവില്ല, ഞാൻ അതിൻ്റെ ഇടയിൽ മറ്റ് പല വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. പരന്നൂമിനെ പറ്റിയൊക്കെ വീഡിയോ ഉണ്ടാവും. ഒരു 5-6 വീഡിയോ, 165 വീഡിയോ ഒക്കെ ഉണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. ഈ 1.5 വർഷം കൊണ്ടാണ് ഈ സൂക്തം നമ്മൾ തീർത്തത്. അപ്പോൾ ഇനിയും അതുപോലത്തെ അടുത്ത സൂക്തങ്ങളെല്ലാം അതുപോലെ നമുക്ക് ആശയം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും ഖുർആൻ മൊത്തം ഇങ്ങനെ ഇതുപോലെ വിശദീകരണം നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ കേട്ടറിഞ്ഞ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരെ തീരുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.